ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 7 ബന്ദികളും അവരുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന പോരാളികളും കൊല്ലപ്പെട്ടതായി ഹമാസ്. തങ്ങളുടെ പ്രവർത്തകരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി നടത്തിയ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് കൊല്ലപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചതെന്ന് ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് അറിയിച്ചു. ഇതോടെ ഗസ മുനമ്പിൽ ശത്രു സൈന്യത്തിന്റെ സൈനിക നടപടികളുടെ ഫലമായി കൊല്ലപ്പെട്ട ശത്രു തടവുകാരുടെ എണ്ണം 70 കവിഞ്ഞതായും ഗസാം ബ്രിഗേഡ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ടവരിൽ ചൈം ഗെർഷോൺ പെരി, യോറം ഇറ്റാക് മെറ്റ്സ്കർ, അമിറാം ഇസ്രായേൽ കൂപ്പർ എന്നിവരുടെ പേര് വിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. ഒക്ടോബർ 7-ന് ഗിബട്സ് നിയർ ഓസിൽ നിന്നാണ് ഇവരെ ഹമാസ് ബന്ദികളാക്കിയത്. എപ്പോഴാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമല്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. നിരവധി ബന്ദികളുടെ സംരക്ഷണ ചുമതലയുള്ള പോരാളികളുമായി തങ്ങൾക്കുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി നേരത്തെ തന്നെ ഗസാം ബ്രിഗേഡ് അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലുമാണ് സയനിസ്റ്റ് ബോംബാക്രമണത്തിൽ തങ്ങളുടെ നിരവധി പോരാളികളുടെ രക്തസാക്ഷിത്വവും 7 ബന്ദികൾ കൊല്ലപ്പെട്ടതും സ്ഥിരീകരിച്ചത്. ബന്ദികളുടെ ജീവൻ സംരക്ഷിക്കാൻ തങ്ങൾ എന്നും ബദ്ധശ്രദ്ധരാണെന്നും എന്നാൽ ശത്രു നേതൃത്വം ബോധപൂർവം അവരെ കൊല്ലുകയാണ് ചെയ്യുന്നതെന്നും ഗസാം ബ്രിഗേഡ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലി ബന്ദികളെ ഇല്ലാതാക്കി പ്രശ്നം തീർക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഗസയിലെ ബന്ദികളുടെ ജീവനെക്കുറിച്ച് നെതന്യാഹുവിന് ആശങ്കയില്ല എന്നതിന്റെ തെളിവാണ് 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ട സംഭവമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് നസൽ അൽ ജസീറയോട് പറഞ്ഞു. ഗസയിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. ബന്ദി കൈമാറ്റ വെടിനിർത്തൽ കരാർ എപ്പോൾ നിലവിൽ വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും നസൽ പറഞ്ഞു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതിനു മുൻപും നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു. 3 ബന്ദികളെ ഇസ്രായേൽ സേന നേരിട്ടുള്ള വെടിവെപ്പിലാണ് കൊലപ്പെടുത്തിയത്. 2 ബന്ദികൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരി 11-ന് ഹമാസിന്റെ അൽ ഗസാം ബ്രിഗേഡ്സ് അറിയിച്ചിരുന്നു. അന്ന് 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു. പരിക്കേറ്റ ബന്ദികളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും അവശ്യ വസ്തുക്കളും തടയുന്ന ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും മുതിർന്ന ഹമാസ് നേതാവ് പറഞ്ഞു.